നമസ്കാരം. മാസപ്പടി കേസിൽ SFIO ഉടൻ വീണ വിജയന്റെ അരികിലെത്തും. SFIO അന്വേഷണം തുടരണമെന്ന വിധിയിൽ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ വീണ വിജയനിൽ നിന്നും ഉടൻ തന്നെ മൊഴിയെടുക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇതിനായി ഈ ആഴ്ച തന്നെ വീണ വിജയന് നോട്ടീസ് നൽകാനാണ് തീരുമാനം. നേരത്തെ CMRL നിന്നും KSIDCയിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങളെല്ലാം ശേഖരിച്ചതാണ്. അന്വേഷണം റദ്ദാക്കാൻ നടത്തിയിട്ടുള്ള നീക്കവും അതിന് കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടിയും CPM-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ SFIO വീണ വിജയൻ അരികിലേക്ക് ചോദ്യം ചെയ്യാൻ എത്തുന്നു എന്ന വാർത്ത കൂടെ പുറത്തുവരുന്നത്. സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതോടെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും സൂചനയുണ്ട്. അതിശക്തമായ പിന്തുണയും അത്ഭുതമുണ്ടാക്കുന്ന നിലപാടുമായിരുന്നു മാസപ്പടി വിവാദത്തിൽ CPM മുഖ്യമന്ത്രിക്കും മകൾക്കും നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനും എതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നതായിരുന്നു കേസിൽ പാർട്ടി ഇത്രനാളും വിശദീകരണം നൽകിയത്. KSIDCക്ക് പിന്നാലെ എക്സാലോജിക്കിനും ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റിരിക്കുന്ന തുടർച്ചയായ തിരിച്ചടിക്ക് ശേഷം പാർട്ടി പക്ഷേ ഈ ഒരു നിലയിൽ നിന്ന് മാറുന്ന സാഹചര്യമുണ്ട്. മാസപ്പടി വിവാദത്തിൽ വീണ വിജയൻ തന്നെ ഉത്തരം പറഞ്ഞേക്കും എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് പാർട്ടി. ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികളിലേക്ക് SFIO കടന്നാൽ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കും എന്ന ബോധ്യത്തിലാണ് പാർട്ടിയുടെ ഈ ഒരു നിലപാട് മാറ്റം എന്ന് പറയേണ്ടി വരും. കേസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നതിൽ തർക്കമില്ല എന്ന് അതുകൊണ്ട് CPM പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേസ് നടത്തിപ്പും അന്വേഷണം അടക്കമുള്ള തുടർ നടപടികളും എക്സാലോജിക്കിന്റെയും വീണ വിജയന്റെയും ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മാസപ്പടി വിവാദത്തിൽ നിന്ന് തലയൂരാനാണ് അതുകൊണ്ട് തന്നെ CPM ഇപ്പോൾ ശ്രമിക്കുന്നത്. കേസ് നടത്തിപ്പിന്റെ സാങ്കേതികതകളിൽ ഓരോന്നിനോടും പ്രതികരിക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ മാത്രം പ്രതിരോധിച്ചാൽ മതി എന്നുമാണ് CPM-നുള്ള ധാരണ. വിവാദ വ്യവസായവുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ടാക്കിയ ബിസിനസ് ബന്ധത്തിൽ ധാർമ്മികത വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് വിമർശനത്തിന് കാരണമാക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ എന്തോ പന്തികേടുണ്ട് എന്ന ധാരണ പൊതുജനങ്ങളിൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം ഉടൻ വീണ വിജയനിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ട്. അതേസമയം എക്സാലോജിക് സൊല്യൂഷൻ ആരംഭം മുതൽ തന്നെ നടത്തിയിട്ടുള്ള മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ SFIO അന്വേഷിച്ചു വരികയാണ്. കരിമണൽ കമ്പനിയായ CMRL കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയിട്ടുള്ള മറ്റ് 8 സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് SFIക്ക് കൈമാറിയെന്നാണ് റിപ്പോർട്ട്. ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്ന ആരോപണമുണ്ട്. എക്സാലോജിക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസം തോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിലും വ്യക്തമാണ്. പണം തന്നവരുടെ പേര്, തുക, കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നും കർണാടക ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള രേഖകളിൽ SFIO അതുകൊണ്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. CMRL ഉടമയായിട്ടുള്ള ശശിധരൻ കർത്ത MD ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എക്സാലോജിക്കിന് 2015-16 കാലഘട്ടത്തിൽ 77.6 ലക്ഷം രൂപ ഈടുകൂടാതെ വായ്പ എടുത്തതിന്റെ ദുരൂഹതകളും ഇതിനു പിന്നാലെയുണ്ട്. 2016-17 കാലഘട്ടത്തിൽ നൽകിയിട്ടുള്ള 37.36 ലക്ഷം രൂപയിൽ 25 ലക്ഷമേ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി 12.36 ലക്ഷം രൂപ പണമായോ ചെക്കായോ ഓൺലൈൻ ബാങ്കിംഗ് മുഖേനയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും മറുപടി ഇതുവരെ വീണ വിജയനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാളും നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം.